ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ എവിടേക്കാ പോണ്? അപ്പൊ നമ്മുടെ ഡ്രൈവർ ഡ്രൈവറോ വെറുതെ ഒരു പേര് പറഞ്ഞ ഇറങ്ങിയിരിക്ക ഗായ്സ്. ഇതിന്റെ അഡ്രസ് ഒക്കെ മാറ്റിണ്ടേ. അത് അലോഷി പഠിപ്പിച്ചിട്ടേ അലോഷി പറയുന്ന കേട്ടിട്ടേ അലോഷിയുടെ വീട്ടിന്റെ അഡ്രസ് പറയാ. ഇത്ര വർത്താനം പറയാനൊന്നുമില്ല. അതൊക്കെ പറയാ. ഇപ്പൊ 3 മിനിറ്റ് ആയിട്ടില്ലേ കുഞ്ഞ്? അതല്ല വർത്താനം പറയണ്ടല്ലോ. അപ്പൊ നമ്മൾ എങ്ങടാ പോണ് ഗൈസ്? ലഞ്ച് ബോക്സ് ലഞ്ച് വാങ്ങാൻ തുടങ്ങിയപ്പോ മുതല് അവന് എന്താ പറയാ ജലദോഷം. എന്താ ജലദോഷം പോവാൻ പറ്റാതെ. അതല്ല ഞാൻ പറയാൻ വന്നത്. എഗ് റൈസ് വേണം, എഗ് റൈസ് തന്നെ കൊണ്ടുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ്. അല്ല അന്ന് എന്താ ഇവന് ഒരു വട്ടം പോയില്ലേ? ഞാൻ പോയിട്ട് കളിക്കാം. പോയില്ലേ? ഒന്ന് കഴിച്ചില്ലേ, ഒന്ന് അമ്മമ്മടെ കയ്യില്. ഹലോ ഗായ്സ്, ആണ് നമ്മൾ ഇവിടെ എത്തിയിട്ടോ. സൂപ്പർ മാർക്കറ്റിലെത്തി, നമ്മുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ്. ഞങ്ങളിപ്പോൾ എല്ലാം ഇവിടുന്ന് വാങ്ങാറ്. കാരണം എല്ലാവരും കൂടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, വേറെ വേറെ കടകൾക്ക് വെറുതെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതവിടെ വന്നത് ആശാൻ പറഞ്ഞു എനിക്കുള്ള പർച്ചേസിങ് അല്ല. സാധാരണ ഞങ്ങളുടെ കൂടെ വരാറില്ല ഇവിടെ പർച്ചേസ് അവിടെ കളിക്കുക. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നു. കാരണം എനിക്കുള്ള പർച്ചേസിങ് എല്ലാം ഞാൻ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഞാനവിടെ എനിക്ക് വേണ്ടി ഒരു അച്ചാറും ഒരു എന്താ പറയുക ചെറുപയറും എടുത്ത ടൈമിൽ അവന് വേണ്ട എല്ലാ സാധനങ്ങളും പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കാരണം അവനെല്ലാം അറിയാമെന്ന് ചോദിക്കേണ്ട അമ്മ ബിരിയാണിക്ക് ഇതല്ലേ വേണ്ട അതല്ലേ വേണ്ടത് അങ്ങനെ പറഞ്ഞൊക്കെ പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ടേബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ അക്കുനെ അതിൽ ഇരുത്തി നോക്കിപ്പിച്ചിട്ടോ. കാരണം കുറേ ആയിട്ട് ഞാനത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഭാഗ്യം വാങ്ങിക്കാതിരുന്നത്. കാരണം അവനത് എത്തുണ്ടായിരുന്നില്ല കേട്ടോ. ഈ നെക്സ്റ്റ് ഇയറാണ് അവനത് പറ്റുള്ളൂ. ഈ ഇയർ നമുക്ക് നിലത്തൊക്കെ ഇരുന്ന് പഠിക്കാം ഗൈസ്. നോക്കി പക്ഷെ അടിപൊളിയായിട്ട് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നേരെ കളിക്കാൻ പോയിട്ടോ. കുറേ നേരം കളിച്ചതിൻ്റെ ശേഷം അവന് ഇവിടെയാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. കുറേ നേരം കളിച്ചു കേട്ടോ. കളിച്ചതിൻ്റെ ശേഷം അവൻ ഓടി വരുന്നിട്ട് പറയുകയാണ് എൻ്റെ അടുത്ത് ഇത് ചോക്ലേറ്റ് ഉണ്ട്. അവന് ചോക്ലേറ്റ് പെറുക്കിയിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഗൈസ്. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ തന്നു. വീണ്ടും അവൻ കളിച്ചു. കാരണം അവന് കുറേ നേരം നമ്മൾ അവനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ ഫ്രീ ആയിട്ട് വിട്ടു. അവൻ കളിച്ചോട്ടെ എന്ന് വിചാരിക്കണം. അവൻ വീട്ടിൽ തന്നെ ഇല്ലല്ലോ ഗൈസ്, ആരും കളിക്കാണ്ട് അങ്ങനെ കളിച്ച് അപ്പോഴേക്കും അടയ്ക്കും മോന് വീണ്ടും വിശന്നു. ഒരു പൊട്ടറ്റോടെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങി. എനിക്ക് ഇതിൻ്റെ മണം തന്നെ തീരെ പിടിക്കണ്ടായിരുന്നില്ല കേട്ടോ. പൊട്ടറ്റോയിൽ എന്തൊക്കെ ഇട്ടുള്ള എന്തോ സംഭവം. എനിക്ക് സത്യം പറഞ്ഞാൽ പേര് അറിയില്ല, ഒന്നും അറിയില്ല ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. എല്ലാവരും വീഡിയോ